യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. നമ്മുടെ ജീവിതം ദൈവപരിപാലനയിൽ അലങ്കൃതമാണ്. പക്ഷേ ഓരോ നിമിഷവും ദൈവം ചൊരിയുന്ന കൃപകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്ന് മാത്രം. ദൈവത്തിന്റെ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു: ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതാനുഭവങ്ങളെ ആസ്വദിക്കുവാനും നന്ദി പറയുവാനും നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ ഷെമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ശോഭ, ഞാൻ ചെറുവാണ്ടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാനിവിടെ ഈ സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് വിദേശത്തേക്ക് പോകാനുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 1.5 മാസമായിട്ട് എൻ്റെ റിസൾട്ട് വന്നില്ലായിരുന്നു. അവൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാനൊരുങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ മാസത്തെ 16 ശനിയാഴ്ച ഞാനിവിടെ വന്ന് ആരാധനയുടെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം വിജിലച്ചൻ വിളിച്ച് പറഞ്ഞു 3 പിള്ളേർക്ക് വിദേശത്തേക്ക് പോകാനുള്ള വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. അതൊന്ന് എൻ്റെ മോളായിരിക്കണം. അടുത്ത ശനിയാഴ്ച എനിക്ക് ഈ സ്റ്റേജൊക്കെ ഒരു സാക്ഷ്യം പറയാൻ ദൈവം എനിക്ക് കൃപ തരണേന്ന് പറഞ്ഞ് ഞാൻ ആരാധനയുടെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ വെള്ളിയാഴ്ച തന്നെ വൈകുന്നേരം 4:30 ആയപ്പോൾ റിസൾട്ട് വന്നു. അവൾ പാസ്സായി. അവൾക്ക് വിദേശത്തിന് പോകാനുള്ള എല്ലാ പേപ്പറുകളും വന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയിലേറ്റ സ്നേഹമുള്ള ഷെമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി തരുന്ന വചനം പൗലോസ് ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുകയും നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കരുതി വെക്കുകയും ചെയ്യുന്ന ദൈവമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, അറിയുന്നവനാണ്. ഈശോ ആ ഒരു ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനമായിട്ട് ഈശോ പ്രഘോഷിക്കുന്നത് തൻ്റെ സൗഖ്യവും വിടുതലും ഒക്കെ നൽകിക്കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ വചനം പഠിപ്പിക്കുന്ന ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. പലരും ഇന്ന് ദൈവഭക്തിയെ കാണുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനല്ല, പകരം ഉള്ളതിൽ കൂടുതൽ ലഭിക്കുവാനും അളവിൽ കൂടുതൽ ലഭിക്കുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനും ഒക്കെയാണ്. പലപ്പോഴും ഞാൻ ധ്യാനങ്ങളിലും വചനപ്രഘോഷണങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട് ആളുകൾ കടന്നു വരുന്നത് ഭൗതികമായ നന്മകൾ ആഗ്രഹിച്ചുകൊണ്ടാണ്. തീർച്ചയായും ഭൗതിക നന്മകൾ നമുക്ക് ആവശ്യമാണ്, ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥ മാനസാന്തരവും വിശുദ്ധമായ ഒരു ജീവിതവുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പൗലോസിനെ തിമോത്തിയോസിന് എഴുതുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ തിമോത്തിയോസിന് എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ്.
അതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാരണം ഒത്തിരിയേറെ പേര് ഭൗതികമായ നന്മകൾ ആഗ്രഹിച്ച് വന്നിട്ട് അത് ലഭിക്കാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ മാറി മാറിപ്പോയി അവസാനം ഈ ദൈവഭക്തി ചിലപ്പോൾ ദൈവത്തിനെതിരായിട്ട് തിരിയാനൊക്കെ കാരണമാകാറുണ്ട്. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി, പല സ്ഥലങ്ങളിലും പോയി, എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. അതുകൊണ്ട് ദൈവത്തെ പഴിക്കാനും ദൈവം ഇല്ല എന്ന് പഠിക്കാനും ചിന്തിക്കാനുമൊക്കെ അങ്ങനെ നിരാശയിലേക്കും തകർച്ചയിലേക്കും കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ വചനത്തിൻ്റെ പ്രസക്തി ഏറുകയാണ്. കാരണം ഇന്ന് നമ്മുടെ ചുറ്റിലും ഒരുപാട് വചന പ്രഘോഷണ സ്ഥലങ്ങളും വചനം കേൾക്കുവാനും വചനം മനസ്സിലാക്കാനും ധ്യാനിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്ന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. പലപ്പോഴും ദൈവഭക്തി നേട്ടമാകാത്തതിന് കാരണം നമ്മൾ ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാത്തതുകൊണ്ടാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നന്ദിയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവം മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നുമല്ല, നന്ദിയാണ്. ദൈവം നമ്മുടെ നന്ദി വാക്കുകൾ ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനും നമുക്ക് ഉള്ള കഴിവുകളും ഉള്ള നന്മകളും ഓർത്ത് നന്ദി പറയുവാനും ദൈവത്തിന് മുമ്പിൽ സാധിക്കണം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതുകൂടി എടുക്കപ്പെടും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കരുതിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്? ഉള്ളവനാണല്ലോ കൂടുതൽ കൊടുക്കാതിരിക്കേണ്ടത്. അതായത് ഞാൻ ചെറുപ്പത്തിൽ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഉള്ളവൻ എന്തിനാ വീണ്ടും കൊടുക്കുന്നത്? ദൈവം കാരുണ്യവാനാണ്, സ്നേഹമുള്ളവനാണെങ്കിൽ ഉള്ളവനല്ല കൊടുക്കേണ്ടത്, ഇല്ലാത്തവനാണ്. പക്ഷേ വചനത്തിൽ ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വിതക്കാരൻ്റെ ഉപമ വിശദീകരിച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഈശോ പഠിപ്പിക്കുകയാണ്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതുകൂടി എടുക്കപ്പെടും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോൾ കേട്ട വചനഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, അവന് ദൈവഭക്തി ഒരു നേട്ടമാണ്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ആളുകൾ പരാതി പറയുന്നത്, അവർക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കാതെ, ലഭിച്ചിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളിലേക്ക് നോക്കാതെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ലഭിച്ചിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറയാനായിട്ട് സാധിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. എന്താണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന നന്മ എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഉൽപ്പത്തി 1:26-27 പ്രകാരം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിച്ചു. അതായത് നിനക്ക് മനുഷ്യൻ്റെ രൂപവും ഭാവവും നൽകി, ബുദ്ധിയും മനസ്സും ആത്മാവും, ഇപ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് കേൾക്കുവാനുള്ള ശക്തിയും കാണുന്നവർക്ക് കാണാനുള്ള ശക്തിയും ശരീരത്തിന് ബലവും ഒക്കെ നൽകി. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ നന്ദി പറയണം. ഒരുപക്ഷെ നിനക്ക് സാമ്പത്തികമായിട്ട് കുറവുണ്ടാവാം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിനക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, രോഗാവസ്ഥയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും രോഗത്തിന് പോലും പ്രിയപ്പെട്ടവർ ദൈവത്തിന് നന്ദി പറയണം. കാരണം നിനക്ക് നിൻ്റെ ശരീരത്തിലൊരു വേദന അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലും ദൈവത്തിൻ്റെ ദാനമാണ്. ആ വേദന അനുഭവിക്കാനുള്ള ആ ഒരു കഴിവ് ദൈവത്തിൻ്റെ ദാനമാണ്. അടുത്ത നാളുകളിൽ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു, ധ്യാനം കൂടാനായിട്ട് കടന്നു വന്നതാണ്. ആ വ്യക്തിക്ക് 2 കാലുകൾക്കും ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്തോ പ്രത്യേകമായ രോഗാവസ്ഥ, നാഡീവ്യവസ്ഥയിലുണ്ടായ രോഗാവസ്ഥ മൂലം 2 കാലുകളിലും ചലനശക്തിയുണ്ട്, കാലുകൾ ചലിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ കാലിൽ ഒരു മുള്ളു തറച്ചാൽ, അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായാൽ, അല്ലെങ്കിൽ ഈ കാലിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായാൽ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല 2 കാലുകൾക്കും. അപ്പോൾ അതിൻ്റെ അപകടാവസ്ഥ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായാൽ ഈ വ്യക്തി അറിയുന്നില്ല. അതല്ലെങ്കിൽ കാലിലൊരു മുള്ളോ ആണിയോ ഒക്കെ കയറിയാൽ അറിയാൻ പറ്റുന്നില്ല. അത്രമാത്രം വേദന പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ 2 കാലുകളുടെയും വേദനകൾ അനുഭവിക്കാനുള്ള ശക്തി പോലും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന വ്യക്തികൾ, നിങ്ങൾ ആരെങ്കിലും വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ശാരീരികമായ വേദന, അതുപോലും ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കറിയാം അത് അനുഭവിക്കാനുള്ള ആ ഒരു കൃപ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വേദനകൾക്ക് പോലും ദൈവത്തിന് നന്ദി പറയണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാൻ തുടങ്ങിയാൽ എണ്ണി പറയാനായിട്ട് നമ്മുടെ വാക്കുകൾക്ക് ഒരുപക്ഷെ പരിമിതികളുണ്ടാവാം. പക്ഷേ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. ചില ആളുകളുണ്ട്,
ഉണ്ട് എന്ന് അവർക്ക് ഉണ്ടായിട്ടും മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടായിട്ടും, സമ്പത്തായിരിക്കണം എന്നില്ല, ആരോഗ്യം ഉണ്ടായിട്ടും എനിക്കൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു, ഒന്നുമില്ല, ആരോഗ്യമില്ല, ശരീരത്തിന് മേല, കൈ മേല, കാല് മേല, വേദനയാണ്, രോഗാവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് കടന്നു പോകുന്ന ഒത്തിരി പേരെ കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനുള്ള മടി കൊണ്ടായിരിക്കാം. സമ്പത്ത് കയ്യിലുണ്ടായിട്ടും ആ സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മടി കൊണ്ട് എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ വചനം പഠിപ്പിക്കുന്നു, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും. ഇല്ല എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അല്ലെങ്കിൽ ഇല്ലാത്തവന് ഉള്ളത് കൂടി എടുക്കപ്പെടും എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരുത്തണം. ഇല്ല എനിക്ക് കുറവുണ്ട് എന്ന് പറയുമ്പോൾ നീ മനസ്സിലാക്കുക, നീ ദൈവത്തിൻ്റെ മുമ്പിലാണ് പറയുന്നത്. ദൈവത്തിനറിയാം നിനക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന്. പല കഴിവുകളും ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഉയർന്നു വരുന്നതും അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ ഉപയോഗിക്കുന്നതും. പാട്ട് പാടുവാനും അതുപോലെ പ്രസംഗം പറയുവാനും മറ്റുള്ളവരെ ചിരിപ്പിക്കുവാനും ഒക്കെ കഴിവുകളുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നിരവധിയായ കഴിവുകളുണ്ട്. അതുകൊണ്ട് ദൈവം ദാനമായി തന്നിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയുക, അതുണ്ടെന്ന് അംഗീകരിക്കുക. അപ്പോൾ കൂടുതൽ നൽകപ്പെടും. ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ പൂർണ്ണമായും എടുക്കപ്പെടും. ഇല്ല എന്ന് പറയുന്ന വ്യക്തി, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, അങ്ങനെയുള്ള വ്യക്തികൾ സുവിശേഷമല്ല പ്രഘോഷിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നുണ്ട്, പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ എടുത്ത് വെച്ച് സുവിശേഷം പ്രസംഗിക്കുക എന്ന് മാത്രമല്ല, സുവിശേഷം, സദ്വാർത്ത, നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. മറ്റുള്ളവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുക, എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുക, എൻ്റെ കുടുംബത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുക, എൻ്റെ ജീവിത പങ്കാളി മോശമാണെങ്കിലും നല്ല കാര്യങ്ങൾ പറയുക, എൻ്റെ മക്കൾക്ക് അല്പം കുറവുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ പറയുക, നല്ലതിനെ പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും കുടുംബത്തിൽ അസ്വസ്ഥതകളും വേദനകളും സങ്കടങ്ങളും കുടുംബ കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം ഈ നെഗറ്റീവുകൾ മാത്രം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എടുത്ത്, ഓരോരുത്തരിലും നന്മയുണ്ട്, ആ നന്മകളെടുത്ത് അത് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം കൂടുതൽ നൽകുകയുള്ളൂ. അതുകൊണ്ട് ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളത് കൂടി എടുക്കപ്പെടും എന്നുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. കർത്താവ് പഠിപ്പിക്കുന്നു, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വചനഭാഗം 1 തീമോഥെയോസ് 6-ാം അധ്യായം 6-ാമത്തെ വചനം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ ഒരു നേട്ടമാണ്. നിൻ്റെ ഈ അവസ്ഥ, ഇപ്പോൾ നീ കടന്നു പോകുന്ന അവസ്ഥയെ ഓർത്ത് നീ തൃപ്തിപ്പെടുക. സമ്പത്തിനെക്കുറിച്ചും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സമ്പത്തിനെക്കുറിച്ചാണ്. ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവർ ജീവിക്കുമ്പോൾ പണം നമുക്ക് ആവശ്യമാണ്, പക്ഷെ ജീവിക്കാനുള്ള പണം ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബാങ്കുകളിൽ അമിതമായിട്ട് പണം അത് കൂട്ടിവെച്ച് ഒരു പക്ഷേ പലിശ മേടിച്ച് ആ പലിശ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബാങ്കുകളിൽ അമിതമായിട്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനതിനെ കാണുന്നത് പലപ്പോഴും ഒരു ഉപേക്ഷയാനുള്ള പാപമായിട്ടാണ്. കാരണം അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തി സ്വന്തം സഹോദരനെ കാണാനായിട്ട് ഇടയാകുന്നില്ല. സ്വന്തം സഹോദരൻ തൊട്ട് വീട്ടുമുറ്റത്ത് കിടക്കുമ്പോൾ അവൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞിട്ട് അത് പരിഹരിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാതെ സാമ്പത്തികമായിട്ട് നിനക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ നിനക്കും നിൻ്റെ മക്കൾക്കും ഉപയോഗിച്ചതിന് ശേഷം മീതി വെച്ച് അതുകൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതുകൊണ്ട് വലിയ രമ്യഹർമ്മ്യങ്ങൾ, വലിയ മണിമാളികകൾ, അത് എന്ത് തരത്തിലുള്ളതുമായിക്കോട്ടെ പണിയുന്നതും അതിൽ ജീവിക്കുന്നതുമൊക്കെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നീ ഭൂമിയിലെ ഏറ്റവും ദരിദ്രനായിട്ടുള്ള വ്യക്തിയായിട്ടായിരിക്കും നിന്നെ ദൈവം കാണുക. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്തണം. സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ കർത്താവ് പഠിപ്പിക്കുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു വലിയ നേട്ടമാണ്, അല്ലാത്തവന് ദൈവഭക്തി നേട്ടമല്ല. ദൈവഭക്തി കൊണ്ട് നേട്ടമുള്ളത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. മറ്റുള്ള കുറവുകളുള്ളവരും മനസ്സിലാക്കുക, നിങ്ങളുടെ സാമ്പത്തികമായ പരാധീനതകളുടെ നടുവിൽ ദൈവത്തെ നന്ദി പറയുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ദൈവത്തിന് നന്ദി പറയുക, ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദൈവം ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. മനുഷ്യൻ ലോകത്തിൽ ഉള്ള വിഭവങ്ങളെ, ഭൂമിയിലുള്ള വിഭവങ്ങളെ എടുത്തുപയോഗിക്കുകയോ അതിനെ മറ്റൊരു രൂപത്തിലേക്ക് ആക്കുകയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഭൂമിയിൽ ദൈവം നിക്ഷേപിച്ച നിക്ഷേപങ്ങൾ എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ അത് തീർക്കാനായിട്ട് മനുഷ്യന് സാധിക്കുന്നില്ല. എത്ര കോടി ആളുകൾ ഇന്ന് ജീവിക്കുന്നു, എത്ര കോടി ആളുകൾ വന്നു പോയിട്ടുണ്ട്, ഇനിയും വരാനിരിക്കുന്ന തലമുറകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ചൂഷണങ്ങൾ ഈ ഭൂമിയിൽ നടത്തിയിട്ടും
ചെറിയ ചെറിയ ഭൂകമ്പങ്ങളും ഒരുപക്ഷെ മഴക്കെടുതികളും മഞ്ഞുകാലവും കൊടുങ്കാറ്റുകളും അല്ലാതെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഇന്നും നിക്ഷേപങ്ങൾ ബാക്കിയാണ്. അത്രമാത്രം ദൈവം നമ്മളെ ഓരോരുത്തരെയും കരുതുന്നുണ്ട്. അതുകൊണ്ട് ദൈവഭക്തി നേട്ടമാകണമെങ്കിൽ ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെടണം. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ദൈവകരങ്ങളിലേക്ക് നീ ആശ്രയിക്കണം. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഈ ഭൂമിയിലേക്ക് നീ കൊണ്ടുവന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മളൊക്കെ ഒരുപോലെ ജനിച്ചവരാണ്, ഒരുപോലെ ജനിച്ചവരാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്നും നഗ്നരായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ആരെങ്കിലും ഇട്ട് തന്നാൽ അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന മൃതശരീരമായി തീരേണ്ടവരാണ് ഞാനും നിങ്ങളും. ദൈവം നമ്മൾ ഈ ഭൂമിയിലേക്ക് ആരും കൊണ്ടുവരുന്നില്ല. നീ എത്രമാത്രം സമ്പന്നനാണെങ്കിലും നീ ജനിച്ചപ്പോൾ വസ്ത്രവുമായിട്ടല്ല ജനിച്ചത്. നീ എത്രമാത്രം സമ്പന്നനാണെങ്കിലും എത്ര കോടീശ്വരനാണെങ്കിലും നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുമ്പോൾ നിൻ്റെ കയ്യിൽ വാച്ചോ നിൻ്റെ കയ്യിൽ സ്വർണ്ണമോതിരമോ നിൻ്റെ കഴുത്തിൽ സ്വർണ്ണമാലകളോ ഇല്ലായിരുന്നു. നീ ജനിച്ചത് ശൂന്യനായിട്ടാണ്. അതുപോലെ തന്നെ മടങ്ങി പോകും. ഈ ഭൂമിയിൽ നീ വർഷം കൊണ്ട് നേടിയെടുത്ത് ഇപ്പോൾ നിൻ്റേതെന്ന് പറഞ്ഞ് നീ അഹങ്കരിക്കുന്ന സമ്പത്തും നിൻ്റേതെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന നിൻ്റെ ആഭരണങ്ങളും ആടകളും ഒക്കെ ഇല്ലാതാക്കി ഉപേക്ഷിച്ച് ആരെങ്കിലും വെച്ച് നീട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ തുണിയിൽ പൊതിയപ്പെട്ട് നിന്നെ ഈ മണ്ണിലേക്ക് നിൻ്റെ ശരീരത്തെ ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആ ഒരു ശരീരത്തിന് വേണ്ടിയാണോ ഞാനും നിങ്ങളും ജീവിക്കേണ്ടതെന്ന് തീരുമാനമെടുക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പൗലോസ് പഠിപ്പിക്കുന്നത്, നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ആരും കൊണ്ടുവന്നിട്ടില്ല, ആരും ഒന്നും കൊണ്ടുപോവുകയുമില്ല, ആരും കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു കാര്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ചിലരുടെയൊക്കെ ഭാവവും പെരുമാറ്റവും നടപ്പും എടുപ്പും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഈ ഭൂമി സൃഷ്ടിച്ചത്, ലോകം സൃഷ്ടിച്ചത്, പരിപാലിക്കുന്ന അവരാണ്, എന്നേക്കുമായിട്ട് ജീവിക്കാൻ പോകുന്നത് ഇവരാണെന്ന് തോന്നും. പ്രിയപ്പെട്ടവർ, എത്ര വലിയ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ വ്യക്തിയാണെങ്കിലും അലക്സാണ്ടറെ പോലെ മഹാൻ എന്ന ഒരു കാലത്ത് വിളിക്കപ്പെട്ടിരുന്ന അലക്സാണ്ടർ ഹതഭാഗ്യനായിട്ട് മരിക്കുന്നത് പോലെ മരിക്കേണ്ടവരും സ്വത്തും സമ്പത്തും അധികാരങ്ങളും നീ ഇന്ന് കൊണ്ടു നടക്കുന്ന സ്ഥാനമാനങ്ങളും നീ ഇന്ന് അഹങ്കരിക്കുന്ന ഒക്കെ നിന്നെ വിട്ടുപേക്ഷിക്കുന്ന സമയം വരുന്നുവെന്ന് തിരിച്ചറിയുക. അടുത്ത വചനം പഠിപ്പിക്കുന്നു, 1 തിമോത്തിയോസ് 6:8, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ഇതാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ, അവന് ദൈവഭക്തി ഒരു നേട്ടമാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നത്. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് ഇന്ന് ധരിക്കാനുള്ള വസ്ത്രമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കാണുന്ന ഈ വ്യക്തികൾ എല്ലാവരും തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരായിരിക്കും. നിനക്ക് ധരിക്കാൻ വസ്ത്രവും നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണവും, അതായത് നിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കഴിക്കാൻ ഭക്ഷണവും ഉണ്ടെങ്കിൽ നീ തൃപ്തിപ്പെടുക. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ചിന്തിച്ചോ, നിനക്ക് ധരിക്കാനുള്ള വസ്ത്രമല്ല, അതിനേക്കാൾ ഉപരി നിനക്ക് ആർഭാടം കാണിക്കാനുള്ള വസ്ത്രവും നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനുള്ള വസ്ത്രവും ഒക്കെ നിൻ്റെ പക്കലുണ്ടെങ്കിൽ ദൈവം നിന്നെ നോക്കുന്നത് മറ്റൊരു കണ്ണോടുകൂടി ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാരണം നീ തെരുവുകളിലേക്ക് ഇറങ്ങുക. നീ ഏത് യൂറോപ്പിലോ, നീ ഒരുപക്ഷെ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ അമേരിക്കയിലോ ഏത് ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന വ്യക്തിയുമായിക്കോട്ടെ, നിൻ്റെ ചുറ്റുവട്ടത്തേക്ക് ഇറങ്ങിയാൽ വസ്ത്രം ധരിക്കാൻ ബുദ്ധിമുട്ടുന്ന, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ നിനക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് കണ്ടുകൊണ്ടായിരിക്കുന്നത്. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും, ഒരുപക്ഷെ ഒരു നേരം ഭക്ഷണം കഴിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ടിട്ട് പറയാ, എൻ്റെ കർത്താവേ, നാളെയും ഈ ഒരു നേരത്തെ ഭക്ഷണം തരണമേ. അപ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ മനോഹരമായ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതിന് പോലും വലിയ വില പതിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും പല കുഞ്ഞുങ്ങളും യുവജനങ്ങളും പ്രായമായവരുമൊക്കെ ഹോട്ടലുകളിൽ പോയി മേടിച്ച്, റെസ്റ്റോറൻറ്റുകളിൽ പോയി മേടിച്ച് ഭക്ഷണം കഴിച്ച് എന്തുമാത്രം ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്, എന്തുമാത്രം വസ്ത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അനാവശ്യമായി പണം മുടക്കി ഉപയോഗിക്കുന്നത്. പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അല്പവസ്ത്രങ്ങൾ, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അതും വില കൊടുത്ത് വാങ്ങുന്ന വസ്ത്രങ്ങൾ, വലിയ വില കൊടുത്ത് വാങ്ങുന്ന വസ്ത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ദൈവത്തിനെതിരെ ചെയ്യുന്ന വലിയ തിന്മയായിട്ട്, വലിയ പാപമായിട്ട് കണക്കാക്കണം. ഇതിനൊക്കെ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നു, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. നിനക്കൊരു നേരത്തെ ഭക്ഷണവും നിനക്ക് ധരിക്കാനുള്ള വസ്ത്രവും ഉണ്ടെങ്കിൽ തൃപ്തിപ്പെടുക എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആവശ്യമായ തീരുമാനങ്ങളെടുത്ത് മാറ്റം വരുത്തണം. അല്ലാത്തവർക്ക് ദൈവഭക്തി ഒരു അപകടമായിട്ട് മാറും. ദൈവഭക്തി നിനക്ക് നേട്ടമായിട്ട് മാറണമെങ്കിൽ നീ ഈ കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധ തിരിച്ചു തരുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തി ഒരു കോട്ടമായിട്ട് മാറിയത്? നിന്റെ ദൈവഭക്തി കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സമയമായത്. നിന്റെ ദൈവഭക്തി ഒരുപക്ഷെ പുറമേ കാണിക്കാനുള്ള ദൈവഭക്തിയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല.
നീ പുറമേ കാണിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നീ കാണിക്കുന്നുണ്ട്. നീ ദേവാലയത്തിൽ പോകുന്നു, ഞായറാഴ്ച ഉടുത്തൊരുങ്ങി ദേവാലയത്തിൽ പോകുന്നു, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, കൺവെൻഷൻ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, എല്ലായിടത്തും പേരും പെരുമയും ഒക്കെ കാണിക്കാൻ വേണ്ടി മുമ്പിൽ പോയി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വ്യക്തികളെ ചൂണ്ടി സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു വിളിക്കും, കപടനാട്യക്കാര നിനക്ക് ദുരിതം, കപടനാട്യക്കാരി നിനക്ക് ദുരിതം. നിന്റെ ദൈവഭക്തി എന്ന് പറയുന്നത് ആളുകളെ കാണിക്കാനുള്ള ദൈവഭക്തിയാണ്. ആളുകളെ കാണിക്കാനുള്ള ദൈവഭക്തിയല്ല, ദൈവത്തെ കാണിക്കാനുള്ള ദൈവഭക്തിയാണ് നിനക്ക് വേണ്ടത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കാണിക്കാനായി, മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങി നിൽക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പക്ഷേ പേരും പെരുമയും കിട്ടാൻ വേണ്ടി ഞാനും നിങ്ങളും കാണിച്ചു കൂട്ടുന്ന ആ പ്രവൃത്തികൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ കാണിക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, എൻ്റെ ദൈവം എന്നെ കാണണമെന്നുള്ള ചിന്തയോടെ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ സുന്ദരമായിരുന്നേനെ ഈ ലോകം. നമുക്കതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും, ഈ ഒരു മേഖലയിൽ സംഭവിച്ചു പോയ കുറവുകളെയും സമർപ്പിച്ച് കർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും സമയം ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുകയായിരുന്നു, നമ്മൾ ദൈവത്തെ കേൾക്കുകയായിരുന്നു. ഇതാ നമ്മുടെ മുൻപിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കേൾക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരട്ടെ. പ്രത്യേകമായി നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഇടവക ദേവാലയമുണ്ടാവും. നിങ്ങളുടെ തൊട്ടടുത്ത് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുള്ള ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിലെ ഈശോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്, ഈശോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, അത് ജനം മുഴുവൻ കേട്ടു. അതിനുശേഷം യേശു അവരുടെ പ്രശ്നങ്ങൾ കേട്ടു, അതിനുശേഷം അവർക്ക് ഉത്തരം നൽകി, അവരുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ടു. നമ്മൾ കർത്താവിനെ കേട്ടവരാണെങ്കിൽ ഇതാ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കേൾക്കുവാൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിന് മുമ്പിലായിരിക്കാം. ഈശോ നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട് എന്നുള്ള മനോഭാവത്തോടെ ആയിരിക്കുക. ഈശോ പറഞ്ഞില്ലേ, ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ തൊട്ടടുത്തുണ്ട്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്നാണ് ഈശോ അപ്പസ്തോലന്മാരോട് അവസാനമായി പറയുന്നത്. അനാഥരായി വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും അനാഥരല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി വചനത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കുറവുകൾ മനസ്സിലാക്കി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് ജീവിതത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ വചനത്തിൽ കേട്ടു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ ഒരു നേട്ടമാണ്. ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളത് കൂടി എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾക്ക് നന്ദി പറയാൻ കടപ്പെട്ടവരാണ് നമ്മൾ. എത്രമാത്രം ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇല്ലാത്തതിനെക്കുറിച്ച് നമുക്കുള്ള പരാതി കർത്താവിൻ്റെ മുമ്പിലേക്ക് ഉന്നയിക്കുന്നതിന് മുമ്പ് ഉള്ളതിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയാം. നിനക്ക് കാണാനുള്ള ശക്തി, കേൾക്കാനുള്ള ശക്തി, സ്പർശിക്കാനുള്ള ശക്തി, രുചിക്കാനുള്ള ശക്തി, ഈ ലോകം ഒന്ന് കാണാൻ വേണ്ടിയുള്ള ശക്തി എല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. കണ്ണുകൾ അടച്ചു പിടിച്ച് തന്നെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളെയും മനുഷ്യനെ ബലമേൽപ്പിക്കുകയും ചെയ്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ, ഈ മക്കളോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് കാണണമേ. അങ്ങയുടെ നാമം ഹൃദയം തുറന്ന് മഹത്വപ്പെടുത്തുന്ന ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ടോ ഒരു നിമിഷം നിങ്ങളുടെ വലതുകരമൊന്ന് ഈശോയിലേക്ക് യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കാം. നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ കുറവുകൾ ഒക്കെ ഒന്ന് കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കുക. ഇപ്പോൾ ഇതാ കടബാധ്യതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന മക്കളെ കർത്താവ് തൊടുന്നുണ്ട്. ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന, നിരാശപ്പെട്ട് കടന്നു പോകുന്ന, എനിക്കാരുമില്ല എന്നോർത്ത് വിഷമിക്കുന്ന മക്കളെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രോഗികൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. കിടക്കയിൽ കിടക്കുന്ന, എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള, നാളുകളായി രോഗാവസ്ഥയിൽ തളർന്നു പോയ ഒരു മകനെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നടത്തുന്നുണ്ട്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ മുമ്പിലേക്ക് നിൻ്റെ വേദനകളും സങ്കടങ്ങളും പങ്കുവയ്ക്ക്. ഈശോ നിന്നെ കാണുന്നുണ്ട്. ചിലരെയൊക്കെ കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതായത് തകർന്നു പോയ അവസ്ഥയിൽ നിന്നും കരം പിടിച്ച് ഉയർത്തുന്നുണ്ട്. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് കരുതി ഒത്തിരി വേദനയോടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കട്ടെ. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, അങ്ങേക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കേട്ടവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി വചനം സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലെ ഇപ്പോഴും സ്ഥിരീകരിക്കണമേ. രോഗസൗഖ്യങ്ങൾ നൽകണമേ. തകർച്ചകൾ എടുത്തു മാറ്റണമേ. കടബാധ്യതകൾ എടുത്തു മാറ്റണമേ. വർഷങ്ങളായിട്ട് വിൽക്കാതിരുന്ന ഒരു സ്ഥലം, ആ സ്ഥലം വിൽക്കാൻ വേണ്ടി ഒത്തിരി ഈ ദിവസങ്ങളിൽ പല പരിപാടികളും ചെയ്തിട്ടും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊട്ടടുത്ത ദിവസം തന്നെ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ. എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ. എല്ലാ കെട്ടുകളും വഴിയട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മനസ്സിൻ്റെ ഭാരങ്ങൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആത്മീയ മേഖലയിലെ പാപങ്ങൾ, പാപബന്ധനങ്ങൾ, ദുശ്ശീലങ്ങൾ, തഴക്കദോഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ പറമ്പും നിങ്ങളുടെ വസ്തുവകകളും ബിസിനസ്സും കൃഷിയും ജീവിത സാഹചര്യങ്ങളും ജോലിയും എല്ലാം സമർപ്പിക്കുന്നു. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്ന മക്കളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ സാക്ഷ്യം നൽകുവാൻ കർത്താവെ ഇന്ന് തന്നെ അങ്ങ് പ്രവർത്തിക്കണമേ. ഇന്ന് തന്നെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോ ആശീർവദിക്കുന്ന നിമിഷം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ അടുത്തുള്ള വിശുദ്ധ കുർബാന കേന്ദ്രത്തിൽ നിന്നും, വിശുദ്ധ കുർബാന നടക്കുന്ന ദേവാലയത്തിൽ നിന്നും, വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്ന ദിവ്യ സക്രാരിയിൽ നിന്നും നിൻ്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,